ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്കിവിടെ എല്ലാ വെള്ളിയാഴ്ചയും സബാത്താണ്. അപ്പോൾ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ നോക്കിയാലോ? ഈ ആഴ്ച ഞാൻ താമസിക്കുന്ന വീട്ടിലായിരുന്നു സബാത്ത്. അപ്പോൾ മക്കളൊക്കെ ഇവിടെ വരികയോ ചെയ്തത്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ ഒച്ചയും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. ശാന്തതയായിരുന്നു മൊത്തത്തിൽ. പക്ഷെ രസമായിരുന്നു കേട്ടോ. പതിവ് പോലെ സബാത്തിന് മുന്നേയുള്ള എൻ്റെ 2-3 സെൽഫിയൊക്കെയാണ് കേട്ടോ. ഈ ഡ്രസ്സൊക്കെ കൊള്ളാവോ ഗൈസ്? ഇതെല്ലാം ഞാൻ കട്ടപ്പനയിൽ നിന്ന് മേടിച്ച ഡ്രസ്സുകളാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഇമ്മ മേടിച്ചു തന്ന ഗ്ലാസ്സാണിത്. ഞാൻ ഓർത്ത് വലിയ വിലയൊന്നും ഇല്ലയെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു 8000 രൂപയുടെ മുതലാണ് കേട്ടോ എൻ്റെ കണ്ണിലിരിക്കുന്നത്. ഞാൻ മുംബൈയിലൂടെ നടന്നപ്പോൾ വെറും 100 രൂപയുടെ ഗ്ലാസ് വെച്ച് നടന്നത് ഞാനാണ് ഗൈസ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനും സബോളും ജന്മശത്രുക്കളാണ് കേട്ടോ. നാട്ടിലും എനിക്ക് സബോളൊന്നും അരിയത്തേ ഇല്ല, കണ്ണ് നിറയും. എപ്പോഴും അമ്മയായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവിടെ എന്നോട് ഹിമ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ, നീ ആ ഗ്ലാസ് എടുത്ത് വെച്ച് അരിയ, അപ്പോൾ നിനക്ക് കണ്ണ് നീറില്ല എന്ന്. പക്ഷേ കണ്ണിലൂടെ കുടുകൂടെ ഒഴുകുകയാണ് ഗൈസ്. അത് ഇമ്മ കാണുന്നില്ല. ഞാൻ പിന്നെ ഓർത്ത് ആരും കാണില്ലല്ലോ എന്ന്. ഇവിടെ ഉണ്ടല്ലോ ഈ വെള്ള സബോളയാട്ടോ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ വെള്ള സബോള കാണുന്നത്. ഭയങ്കര നേറ്റമാണ്. ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യലായിരുന്നു കേട്ടോ, സാൽമൺ ഫിഷ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് എന്ന് വെച്ചാൽ എരിവൊന്നുമില്ല, ഉപ്പും മുളകും പുളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അതിനുശേഷം എൻ്റെ മോൻ ചെണ്ട കൊടണം, ഇതെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കണ്ടതാണ് ഗേസ്. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. ഇതിനിടയ്ക്ക് ഞാനും ഇമ്മയും കൂടി കുറച്ച് നേരം നടക്കാനൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ പിടിച്ച് അതിൻ്റെ കുറച്ച് സീൻസ് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ വണ്ടിയിൽ പോകുമ്പോഴും വീഡിയോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ അന്നേരം നമ്മൾക്ക് അത്രയ്ക്കും പതുക്കെ പറ്റില്ല, നല്ല സ്പീഡിലല്ലേ പോകുന്നത്. നല്ല രസമുണ്ട്. വയലറ്റ് കളറുള്ള ഒരു പൂവാണ് കേട്ടോ ആ മരത്തിലുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ നടന്ന് വന്നപ്പോൾ ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട്, അതുപോലെ വലിയ വലിയ കെട്ടിടങ്ങൾ, നല്ല പച്ചപ്പ് പൊതിഞ്ഞ് നിൽക്കുന്ന മരങ്ങളും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഇങ്ങനെ നോക്കി ഞാൻ ചെറിയ രീതിയിലാണ് എൻ്റെ മൊബൈലിൽ അതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ നടന്ന് പോകുമായിരുന്നു. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചത് കേട്ടോ. നമ്മൾ നടക്കുന്ന വഴി വേറെ, അതിനോട് ചേർന്ന് ഇങ്ങനെ കുറച്ച് ഭാഗം മൊത്തം ഇങ്ങനെ പല നിറത്തിലുള്ള കല്ലുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇമ്മ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു, എനിക്കത് ക്ലിയർ ആയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇത് എന്തിനാണ് ഇങ്ങനെ? വഴി മൊത്തം ഉണ്ട്, നമുക്ക് കുറേ ഏരിയയിൽ ഇങ്ങനെ കവർ ചെയ്ത് കല്ല് ഇങ്ങനെ പാകി നല്ല സെറ്റപ്പാക്കി നിർത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ അടുത്തൂടെയാണ് നമുക്ക് നടക്കാനുള്ള വഴിയുള്ളത്. അതിൻ്റെ അപ്പുറത്താണ് വണ്ടി പോകുന്ന വഴി. അപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടികൾ, സൈക്കിൾ അങ്ങനെ അല്ലെങ്കിൽ ആൾക്കാർ കയറി നടക്കാതിരിക്കാനൊക്കെ ഉള്ളൊരു ഏരിയയാണ്. പക്ഷെ നല്ല വൃത്തി, നല്ല ക്ലീൻ ആയിട്ടാണ് ഇതിങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ നടന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായതാണ് കേട്ടോ ഈ ചെടികൾ. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ, പോകുന്ന വഴിക്ക് വഴി സൈഡിലൂടെ ഇങ്ങനെ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ചെടികൾ കാണാനായിട്ട്. അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരുപാട് നല്ലപോലെ പൂത്ത് നിൽക്കുന്ന ചെടികൾ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇമ്മ അപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ. അങ്ങനെ എൻ്റെ ഫോട്ടോയൊക്കെ ഇതിനിടയ്ക്ക് നിന്ന് എടുത്തായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഈ ചെടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഗെയ്സ് ഈ മരം. നല്ല രസമില്ലേ കാണാനായിട്ട്? ഇതൊരു റൗണ്ടായിരുന്നു കേട്ടോ നടപ്പ്. അതായത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി തിരിഞ്ഞ് ഞങ്ങൾ റൗണ്ട് അടിച്ച് അടുത്ത സ്ഥലത്തോടെയാണ് വീട്ടിലോട്ട് കയറി ചെന്നത്. അപ്പം കുറേ ഉണ്ടായിരുന്നു നടക്കാൻ. ഇങ്ങനെ കുറേ നേരം നടന്നു. അങ്ങനെ നടന്ന് 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 കുറേ അങ്ങ് ചെന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചെടിയാട്ടോ ഇത്, ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും മനസ്സിലായത് എനിക്ക്, ഓ വന്ന വഴിയിലോട്ട് നമ്മൾ എത്തി. സത്യം പറഞ്ഞ് നടന്നത് ഞാൻ മടുത്തു കേട്ടോ. അപ്പോഴൊരു മരം കണ്ടത്, വലിയ പൊക്കമൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട്. അപ്പോൾ എന്നോട് ഇമ്മ പറഞ്ഞു, ഇതൊരു പൂവുണ്ടാവുന്ന മരമാണ്, നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവ് കാണാനായിട്ടെന്ന്. ആ മരങ്ങളിങ്ങനെ കുറേ വഴി സൈഡിലൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ പൂവൊന്നുമില്ല, അത് സീസണിൽ മാത്രമേ പൂവുണ്ടാവുള്ളൂ. നല്ല വെയിലുണ്ട്. അങ്ങനെ വെയിലത്ത് ഞാനും ഇമ്മയും കൂടി ഒരു 1.5 മണിക്കൂർ നടന്ന് നടന്ന് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ സബാത്തിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.
ഗുഡ് നൈറ്റ്.